ഹായ് എല്ലാവർക്കും ലേണേഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 ഫിസിക്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദ ഡയാമീറ്റർ ഓഫ് ദ മൂൺ. ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾക്കറിയാം, മൂണിൻ്റെ ഡയാമീറ്റർ മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഏത് മെത്തേഡാണ്? യെസ്, പാരലാക്സ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് പാരലാക്സ് മെത്തേഡ്. അപ്പോൾ മനസ്സിലാക്കുക, മൂണിൻ്റെ ഡയാമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് മെത്തേഡാണ്? പാരലാക്സ് മെത്തേഡാണ്. ഇതാണ് എയുടെ ആൻസർ കേട്ടോ. എയുടെ ആൻസർ ഏതാണ്? പാരലാക്സ് മെത്തേഡാണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോണം. പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മൂണിൻ്റെ ഡയാമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ ബ്ലോക്ക് ഈസ് മെഷേർഡ് യൂസിങ് വെർനിയർ കാലിപ്പർ. ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും മെഷർ ചെയ്യുന്നു. ഓക്കെ, ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും മെഷർ ചെയ്യുന്നു. The percentage error in the measurements are 2%, 1% and 3% respectively. അതായത് മക്കളെ, ഇവിടെ എറർ നൽകിയിട്ടുണ്ട്, പെർസെൻറ്റേജ് എറർ നൽകിയിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ പെർസെൻറ്റേജ് എറർ 2% ആണ്, ബ്രെഡ്ത്തിൻ്റെ പെർസെൻറ്റേജ് എറർ 1% ആണ്, തിക്നെസ്സിൻ്റെ പെർസെൻറ്റേജ് എറർ 3% ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന ഡാറ്റകളുള്ളത്. എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം. നമുക്ക് വേണ്ടത് വോളിയത്തിൽ വന്നിട്ടുള്ള പെർസെൻറ്റേജ് എററാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വോളിയത്തിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. കാരണം ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ക്യൂബൊക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് എററുകൾ തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത്തിൻ്റെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തിൻ്റെയും തന്നിട്ടുണ്ട്, തിക്നെസ്സിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എററാണ്. അതായത് ΔV/V × 100 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? യെസ്, കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെങ്ത്തിൻ്റെ പെർസെൻറ്റേജ് എററും ബ്രെഡ്ത്തിൻ്റെ പെർസെൻറ്റേജ് എററും അതുപോലെ തിക്നെസ്സിൻ്റെ പെർസെൻറ്റേജ് എററും നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങളുടെയും പെർസെൻറ്റേജ് എറർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എറർ കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതുകയാണ്, ഇതൊന്ന് ഇറൈസ് ചെയ്തിട്ട് എഴുതുകയാണ്. അടുത്ത സ്റ്റെപ്പ് ΔL/L × 100 പ്ലസ് ΔB/B × 100. ഓക്കെ, അതായത് ബ്രെഡ്ത്തിൻ്റെ പെർസെൻറ്റേജ് എറർ പ്ലസ് ΔT/T × 100. ഓക്കെ, അതായത് മക്കളെ ഇവിടെ മനസ്സിലാക്കണം, ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ΔL/L × 100 എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ് എറർ. ഈ വാല്യൂ ആണ് ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. എത്ര? 2% നൽകിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ΔB/B × 100ൻ്റെ വാല്യൂ ആണ് എത്ര? യെസ്, 1% എന്നവർ നൽകിയിട്ടുണ്ട്. അതുപോലെ ΔT/T × 100ൻ്റെ വാല്യൂ 3% നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? യെസ്, വോളിയത്തിൽ വന്നിട്ടുള്ള പെർസെൻറ്റേജ് എറർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2% പ്ലസ് 1% പ്ലസ് 3%. ഓക്കെ, ഇത് ടോട്ടലി നമുക്ക് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? യെസ്, മൊത്തത്തിൽ 6% എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ΔV/V × 100 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 6% ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ വോളിയത്തിൽ വന്നിട്ടുള്ള പെർസെൻറ്റേജ് എറർ ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, എത്ര കിട്ടി? 6% എന്ന് പറഞ്ഞിട്ട് ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ H = FV²/L. F is the force, V is the velocity, L is the angular momentum. Find the dimension of H. അതായത് മക്കളെ, ഈ ഡൈമെൻഷണൽ അനാലിസിസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നു, എച്ചിൻ്റെ ഒരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്, FV²/L എന്ന്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻ്റ് ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് എച്ചിൻ്റെ ഡൈമെൻഷനാണ്. ഓക്കെ, ഇതിൻ്റെ ഡൈമെൻഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ എഴുതി വയ്ക്കുകയാണ്. ഇക്വേഷൻ ഇതാണ്, H = FV²/L. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾക്കറിയാം. ആദ്യം എഫിൻ്റെ ഡൈമെൻഷൻ എഴുതണം, പിന്നെ വിയുടെ ഡൈമെൻഷൻ എഴുതണം, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കണം, എന്നിട്ട് ബൈ ചെയ്തിട്ട് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെൻ്റ് ആണ്, അതിൻ്റെ ഡൈമെൻഷൻ എഴുതുക.
ഓക്കെ, അങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എച്ചിൻ്റെ കറക്റ്റ് ഡയമെൻഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എഫിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? MLT⁻² ആണ് കേട്ടോ. അതുപോലെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റം L എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം ML²T⁻⁻1 ആണ്. ഓക്കെ, ഇത്രയും ഡയമെൻഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എഫിന് പകരം ഞാൻ കൊടുക്കുന്നു MLT⁻² ഇൻറ്റു, ഇനി വിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? വിക്ക് പകരം ഞാൻ ഈ LT⁻⁻1 കൊടുക്കുകയാണ്. ഓക്കെ, LT⁻⁻1. ഇനി വി എന്നാണോ ഇവിടെ ഇക്വേഷൻ ഉള്ളത്? അല്ല, V² എന്നാണ് അല്ലേ. അതായത് LT⁻⁻1ൻ്റെ എന്തെടുക്കണം? നിങ്ങൾ സ്ക്വയർ എടുക്കണം. ഓക്കെ, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഫുള്ളായിട്ട് തെറ്റിപ്പോവും. അപ്പോൾ LT⁻⁻1ൻ്റെ സ്ക്വയർ എടുത്തു. ഓക്കെ, ഇനി താഴെ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? യെസ്, ഡിവൈഡഡ് ബൈ L ഉണ്ട്. അപ്പോൾ Lൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം ML²T⁻⁻1 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഇവിടെ കൊടുക്കാനായിട്ട് പോവാണ് ML²T⁻⁻1. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ കൃത്യമായിട്ട്. ഈ MLT⁻⁻2 ഇവിടെ തന്നെ എഴുതുകയാണ്. ഇനി ഈ LT⁻⁻1 ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, LT⁻⁻1ൻ്റെ സ്ക്വയർ ആണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഈ സ്ക്വയർ എല്ലിനും കിട്ടും, ഈ സ്ക്വയർ T⁻⁻1നും കിട്ടും. അപ്പോൾ LT⁻⁻1ൻ്റെ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? L² വരും, അതുപോലെ T⁻⁻2 വരും. നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. A⁻m (n) എന്ന് പറയുന്നത് A⁻m × n ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ അറിയുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് L²T⁻⁻2 ആണ്. ഓക്കെ, ഇനി താഴെ എന്തുണ്ട്? ML²T⁻⁻1 ഉണ്ട്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടും എന്ത്? M അല്ലെ, M എന്ന് കിട്ടി. ഇനി ഈ L² ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ L-ഉം L² തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം A⁻m × A⁻n എന്ന് പറയുന്നത് A⁻m+n ആണ്. ഈ ഇക്വേഷനും നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ L⁻1ഉം L⁻2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L⁻1+2 എന്ന് വരും. ഓക്കെ, 1+2 എന്ന് വരും. അതായത് ML³ എന്ന് വരും. ഓക്കെ, L³ എന്ന് വരും. ഇനി അതുപോലെ തന്നെ ഇവിടെ T⁻⁻2 ഉണ്ട്, ഇൻറ്റു T⁻⁻2 ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ T⁻⁻2 +−2 എന്ന് വരും അല്ലേ. അതായത് ഈ -2 + -2 എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ML³ T⁻⁻4 എന്ന് വരും. പക്കാ കാൽക്കുലേഷൻ ആണ്. മാത്തമാറ്റിക്സ് അറിയുന്ന കുട്ടികൾക്കാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി അതിന് താഴെയായിട്ട് നമുക്കറിയാം ML²T⁻⁻1 ഉണ്ട്. ശരിയല്ലേ? യെസ്, അതിന് താഴെയായിട്ട് ML²T⁻⁻1 ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് മുകളിലും താഴെ M ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? യെസ്, കട്ട് ചെയ്ത് കളയാണ്. M കട്ട് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ നോക്കുന്ന സമയത്ത് L³ ഉണ്ട്, L² ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ L² പോയി, ഇതിലും L² പോയി. അപ്പോൾ ബാലൻസ് ഒരു L ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇവിടെ L² പോയി, ഇവിടെ എന്ത് ചെയ്തു? ഇവിടെയും L² പോയി, ബാലൻസ് ഒരു L ഉണ്ട്. ഇനി ഈ T⁻⁻1 എന്ന് പറയുന്നത് മുകളിലേക്ക് വരും. ഓക്കെ, ഇത് മുകളിലേക്ക് വരുന്ന സമയത്ത് T⁻1 എന്നായിട്ട് മാറും. കാരണം നിങ്ങൾക്കറിയാം ഈ നെഗറ്റീവ് നമ്പർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആയിട്ട് മാറും. അപ്പോൾ T⁻1 ആവും. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടി ഏത്? T⁻⁻4 ഇൻറ്റു T എന്ന് കിട്ടി. ഓക്കെ, T⁻1 എന്ന് കിട്ടി. അതായത് T⁻⁻4 + 1. ഈ -4 + 1 എന്ന് പറയുന്നത് എന്താണ്? യെസ്, -3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഫൈനലി ഈ ഒരു ഡയമെൻഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ആൻസർ നമുക്ക് കിട്ടും L⁻⁻3 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കാണുക. ഒന്നുകൂടി കണ്ടാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എച്ചിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി LT⁻⁻3 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് എച്ചിൻ്റെ ഡയമെൻഷൻ. ഇത് വെച്ചിട്ട് ഒരുപാടധികം ഡയമെൻഷൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സോ ഇത് ഒരു 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നൽകാനായിട്ട് റെഡിയാണ്. സോ എന്ത് ചെയ്യുക? മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.